ഞങ്ങൾ കരാമ വരുമ്പോഴൊക്കെ കാണാറുണ്ട്. ചൂടത്താണെങ്കിൽ ഇരുന്ന് ഫ്രണ്ടിന്ന് വീഡിയോ. ഹലോ അസ്സലാമു അലൈക്കും. അത് കാണാൻ അല്ല ചെറിയ മക്കൾ വന്നിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റാർട്ടിങ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടാണ്. അത്രയ്ക്ക് ലോ ലെവലിൽ നിന്ന് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് വന്നാണ്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വന്ന ഈ ഹാർഡ് വർക്കിന് ശരിക്കും ഒരു എൻഡ് ഉണ്ടാവില്ല. റിസൾട്ട് ഉണ്ടാവും. സ്കൂളൊക്കെ പഠിക്കുമ്പോൾ മാത്സിലെല്ലാം ഇല്ലേ കോപ്പി അടിച്ചാൽ ഞാൻ പാസ്സായിട്ടുണ്ടാവും. സത്യത്തിൽ ഞാനൊരു ബിസിനസ് ടീച്ചേഴ്സ് ഹലോ അസ്സലാമു അലൈക്കും. അല്ല, ഇന്ന് നമ്മുടെ ഷോപ്പിൽ 2 കളക്ഷൻസ്. ഒന്ന് ഹരീഷ്മയും ഒന്ന് ഹരിഷ്മ. ഓക്കെ, സോ വെൽക്കം ടു അണ്ടർആർഎസ് പോഡ്കാസ്റ്റ്. താങ്ക് യു. എന്താണ് വിശേഷങ്ങൾ? വിശേഷം സുഖം, ചൂട്, ചൂട്. യെസ്. നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു. ഇപ്പൊ എത്രയായി തുടങ്ങിയിട്ട്? പക്ഷെ ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഓക്കെ, പറഞ്ഞോ, എന്തൊക്കെയാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സാധനങ്ങൾ പറഞ്ഞോ. ആദ്യം ഇർഫ പറയട്ടെ, രണ്ടാമത് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് എന്താണ് ലൈഫ് ഗോയിങ് ഗുഡ്. നല്ല നിക്കാഹിന്റെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. നമ്മള് പണ്ടേ ഒന്നിച്ച് തന്നെയാ, രണ്ടാളും ഒന്നിച്ചിട്ട് തന്നെയാ സ്റ്റോർ റൺ ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെ ഒരു മാറ്റമില്ല. മാറ്റമുണ്ട്, ഇൻസ്റ്റാഗ്രാം ഫീഡിന് മാറ്റമുണ്ട്. ഇപ്പൊ അതെ, നിക്കാഹ് കഴിഞ്ഞത് എന്നെ മൊത്തത്തിൽ കൂടെ മാറ്റി നിർത്തി. നേരത്തെ പ്രൊഫൈൽ മൊത്തം ഞാനായിരുന്നു, പ്രൊഫൈൽ മൊത്തം. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ബെസ്റ്റിനെ മാറ്റണം. അല്ലെങ്കിലോ എനിക്ക് കുറച്ച് സങ്കടമായില്ല. അല്ലെങ്കിലേ ഞാനോള് ട്രിപ്പിന് പോകുമ്പോ എനിക്ക് സങ്കടം. ഞാൻ അടുത്ത ട്രിപ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ എങ്ങോട്ടാ പോകുന്നേ, ഞങ്ങള് പോകും, നിങ്ങളുടെ ടൈമൊക്കെ കഴിഞ്ഞു, നിങ്ങളുടെ ടൈം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട്. She's so lucky to have us. Yes. എന്നെ പറ നിന്നെ പറഞ്ഞു എന്നെ കിട്ടിയത് അങ്ങനെ. അതെ അതെ. എന്റെ കല്യാണം ഇനി ഉടനെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ മാട്രിമോണിയിലും ഞാൻ ഉണ്ട്. ഇല്ല, ഡേറ്റിംഗ് ആപ്പിലൊന്നും ഇല്ല. മാട്രിമോണിയിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് പേരൻസ് ഞാൻ ഉടനെ ഒന്നും കല്യാണം ഒന്നും കഴിക്കൂല. ലൈക്ക് എനിക്ക് താല്പര്യമില്ല ഇപ്പഴേ. എനിക്ക് അത്രയും പ്രായമില്ല ഇനി അത്രയും പ്രായമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞത് എന്തായി, കല്യാണക്കാരിയൊക്കെ എന്തായി? ഞാനൊന്ന് വളർന്നു വരുന്നേ. അയ്യോ, ചർമ്മം കണ്ടപ്പോ തിരിച്ചു കിട്ടിയതാ, എനിക്ക് മനസ്സിലായി. ഏറ്റെടുത്തിരിക്കുന്നു. എങ്ങനെയാണ്, ലവ് ഉണ്ടോ അതോ പറയാൻ പറ്റത്തില്ലല്ലേ? മാരേജിനോടാണോ താല്പര്യം? ലവ് ഉണ്ട്. ഇപ്പൊ എന്താ, ചിലവരൊന്നും അങ്ങനെ പറയത്തില്ല. ഉണ്ടെങ്കിലും അവർ പറയത്തില്ല. All Indians are my brothers and sisters. Okay. Indians മാത്രമേ ഉള്ളൂ. മാറിക്കോളും. അതിന്റെ മാറ്റണം, അതിന്റെ ഫോട്ടോ മാറ്റണം. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ടിപ്സ്. താങ്കളുടെ കല്യാണം കഴിഞ്ഞതാണോ അതോ? ഞാൻ ചെറുതാണ്. ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരേ വയസ്സാണ്. കണ്ട മനസ്സിലായി. എത്രയാ? എല്ലാ എപ്പിസോഡിലും ഇത് പറയുന്നുണ്ട്. അയ്യോ, ഞാൻ കണ്ടായിരുന്നു. 23 and he is 24. 23. അവൻ കുറച്ച് നേരത്തെ, ഒരു മാസങ്ങളുടെ വ്യത്യാസം, അത്രേ ഉള്ളൂ. പ്രശ്നമുണ്ടോ? അപ്പൊ ഇല്ല, നിങ്ങൾ ചെറു പ്രായമാണ്, ഇപ്പഴൊന്നും കല്യാണം കഴിക്കണ്ട. ഇല്ലില്ല, നമ്മളും ചെറിയ പ്രായം. അങ്ങനെയല്ല, എനിക്കൊരു സമയം ഇർഫയുടെ ടൈം ആയിരുന്നു. അല്ല, കല്യാണം എന്നുള്ള അതൊരു ചടങ്ങാണല്ലോ. ആള് എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നി. പിന്നെ വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടാൻ ഒരു പാർട്ട്ണർ ജീവിതത്തിലേക്ക് വരുന്നത് ബെസ്റ്റിനെ കൊണ്ട് സഹിക്കാൻ പറ്റാതെയാണ്. അല്ല, ഫ്രണ്ട്ഷിപ്പ് വേറെ. ഇപ്പൊ എല്ലാം നമുക്ക് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റത്തില്ല. പല കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ളത് നമുക്ക് അങ്ങനെ ഒരാൾ തന്നെ വേണം ആക്ച്വലി. സോ അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടിയപ്പോ ഡൗൺസിലും അപ്സിലും ഒക്കെ കൂടെ നിന്നാളാ. പിന്നെ അവർക്ക് എന്തിനാ വെറുതെ കൊറേ ചിന്തിക്കണ്ടല്ലോ. ഓനെന്നെ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെയായിരുന്നു. അവൻ അങ്ങനെ തന്നെയാണോ? എങ്ങനെയായിരുന്നു പരിചയം? ഇവിടെ വെച്ചിട്ടാണോ? കറാമയിൽ വെച്ചിട്ട്. കറാമ
ഹരിയും ജസ്സും ഒന്നിച്ച് വർക്ക് ചെയ്തയാ. അപ്പം ജസ് പിന്നെ നമ്മളെല്ലാം ഒരു ഏരിയയിൽ തന്നെ അങ്ങനെ അങ്ങനെ നമ്മൾ സംസാരിച്ച് ഫ്രണ്ട്സ് ആയി. ലൈക്ക് അങ്ങനെ പിന്നെ അതങ്ങനെ അങ്ങനെ ആയി. കരാമയിലാണ് താമസിക്കുന്നത്. ഞാനൊരു ഇർഫാൻ വന്നപ്പോ തൊട്ട് തന്നെ കരാമയിൽ തന്നെ. കരാമ ലൂപ്പിൽ പെട്ട് കിടക്കാണ്. എനിക്ക് മാറണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ എനിക്ക് മാറാൻ പറ്റിയിട്ടില്ല. എന്താന്നറിയില്ല. പക്ഷെ ഞാനൊരു സത്യം പറയാം, കരാമ ഇപ്പം ആ ഒരു നോമ്പിന്റെ സമയത്തൊക്കെ കുറച്ച് ഇഷ്യൂസ് ആവുന്നുണ്ടെങ്കിലും ആക്ച്വലി അവിടെ ചെറിയൊരു വൈബ് ഉണ്ട്. നമുക്ക് നാട് മിസ്സാവൂല. അതാണ് ലൈക്ക് ഓണാണ്. ഞാൻ ഇന്റർനാഷണൽ സിറ്റിയിലേക്ക് ഒരു മാസം ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കരാമ എല്ലാത്തിനും ആക്സസ് ഈസിയാണ്. ലൈക്ക് മെട്രോ ആണെങ്കിലും എല്ലായിടത്തും പോണെങ്കിൽ ആക്സസ് ഈസിയാണ്. ആൻഡ് നമുക്ക് ബോറടിക്കൂല ലൈഫ്. ഇങ്ങനെ കുറച്ചാൾ അവിടെ ഇരുന്ന് കുറച്ചാൾ കുറ്റം പറയുന്നുണ്ടാവും. സ്റ്റോർ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി ആടെ ഒന്ന് ഈസിയാണ്. എക്സ്പോഷർ ഒന്നും കൂടി. നമുക്ക് ഒരിക്കലും ഡിപ്രഷൻ വരുന്നില്ല കരാമയെന്ന്. ഇപ്പൊ നമ്മള് വെറുതെ ഇരിക്കുകയായിരിക്കും റൂമില്, ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്ത് ആ തിരക്ക് കാണുമ്പോ ഓക്കെ നമ്മളിപ്പോ ഞാൻ മാറാൻ നോക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, ഇത്രയും കാലം ഞാൻ അവിടെ നിന്നു. ബട്ട് എനിക്ക് ഇനി കുറച്ച് ഭയങ്കര കംഫർട്ട് സോണിലാണ് ഞാൻ ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ഫുള്ള് ഫ്രണ്ട്സ് അങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ അവിടെ റൂം തപ്പി നടക്കാം, ഒന്ന് മാറണം, ലൈഫ് കുറച്ചും കൂടി ഇതാക്കണം എന്നുള്ള രീതിക്ക് എങ്ങനെ മാറാൻ ട്രൈ ആക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അറിയില്ല, പെട്ടെന്ന് നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒറ്റയ്ക്കാവുമ്പം അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവും. യെസ്, പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഇർഫാൻ ഓൺട്രപ്രനർ ആണ്. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ദുബായ് തന്നെ. ഈ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫീൽഡ്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? അടിപൊളി. എന്തുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം? അതായത് ഒരു റിസ്കി ഫാക്ടർ ഇല്ലേ? പിന്നെ റിസ്ക് ഉണ്ട്. റിസ്ക് ഉള്ള ആള് മാത്രം ഇതിലേക്ക് എടുക്കാൻ ലൈക്ക് ഓക്കെ ആണെന്നുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങിയത്. പക്ഷെ അതിലൊരു രസം ഉണ്ട് ഇടാം. എപ്പോഴും നമുക്ക് അപ്സ് മാത്രമല്ല, ഒറ്റടിക്ക് ഡൗൺ ഉണ്ടാവും. അപ്പം ലൈക്ക് അതൊരു രസമാണ്. ചാലഞ്ചായിട്ട് എടുത്തിട്ട് എനിക്കൊക്കെ നല്ല ചാലഞ്ച് ഒരുപാട് ഫേസ് ചെയ്ത് വന്നതാണ്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അതൊരു രസമാണ്. ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ ദുബായിൽ വന്ന് അറിയാണ്ട് അങ്ങനെ ബിസിനസ്സിലേക്ക് എത്തിപ്പോയതാ. റിസ്ക് എടുത്താലേ റിസ്ക് സാപ്പിടാൻ പറ്റും. സ്റ്റാർട്ടിങ് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടാണ്. അത്രയ്ക്ക് ലോ ലെവലിൽ നിന്ന് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് വന്നാണ്. ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വന്ന. ഈ ഹാർഡ് വർക്കിന് ശരിക്കും ഒരു എൻഡ് ഉണ്ടാവില്ല. പക്ഷെ റിസൾട്ട് ഉണ്ടാവും. അത് ഉറപ്പാണ്. നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ടാവോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾ കരാമ വരുമ്പോഴൊക്കെ കാണാറുണ്ട്, ചൂടത്താണെങ്കിൽ ഇരുന്ന് ഫ്രണ്ടിന്ന് വീഡിയോ, ഹലോ അസ്സലാമു അലൈക്കും. അത് കാണാൻ അല്ലല്ല, ചെറിയ മക്കൾ വന്നിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോ ഭയങ്കര ഞങ്ങളെ പോലുള്ള ചെറിയ മക്കൾ. അതിനെക്കാട്ടും ചെറുതാണ്. എങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്? ലൈക്ക് ഫസ്റ്റ് വേറെ ഇവിടെ ദുബായ് തന്നെ? ഫസ്റ്റ് ഞാൻ വേറൊരു പാർട്ട്ണർഷിപ്പിൽ റൺ ചെയ്തുകൊണ്ട് നിന്നതാ ഒരു ബ്രാൻഡ്. ദെൻ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഓൺ ചെയ്തു. ലൈക്ക് ഓൺ ആയിട്ട് ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തതാ. ലൈക്ക് രസമുണ്ട് സത്യത്തിൽ. എല്ലാവരും ബിസിനസ് ഭയങ്കര റിസ്ക് ആണ്, ഒലക്കാണ്, തേങ്ങയാണ് എന്നൊക്കെ പറയായിരിക്കും. ബട്ട് എനിക്കെന്തോ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും. എനിക്ക് പറ്റിയ പണിയാന്നുള്ളൊരു ഫീൽ ഉണ്ട്. അതെ അതെ. ലൈക്ക് ഞാൻ മെഡിക്കലാണ് കഴിഞ്ഞതൊക്കെ. ബട്ട് സ്റ്റിൽ മാത്സിൽ ഞാൻ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കാറുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മാത്സിലെല്ലാം ഇല്ലേ കോപ്പി അടിച്ചാൽ ഞാൻ പാസ്സായിട്ടുണ്ടാവും. സത്യത്തിൽ ഞാനൊരു ബിസിനസ് ടീച്ചേഴ്സ് സത്യമായിട്ട് ജസ്റ്റ് പാസ്സായിരിക്കും മാത്സിലൊക്കെ. ഞാനിപ്പോൾ ഇരുന്ന് കണക്ക് നോക്കാം, സെയിൽസ് നോക്കാം. ലൈക്ക് അത് മാറണം. ഐ മീൻ ഓൾ ഇൻ ലൈക്ക് നമ്മൾ തന്നെ എപ്പോഴും ഇങ്ങനെ എഫേർട്ട് ഇട്ട് ഇപ്പൊ ആ ബിസിനസ് റൺ ചെയ്യുന്നത്. അതിൽ നിന്നൊന്നും മാറി നമുക്ക് എല്ലാത്തിലേക്കും ഒരു ഐഡിയ കിട്ടൂടാ. എവിടെ കൊണ്ടിട്ടാലും പിന്നെ നമ്മള് അതെ അതെ തുഴഞ്ഞു വരും. അതിൽ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് അതിനെ റെഡി ആക്കണം. ഹരീഷ്മയ്ക്ക് എന്താ ഇവരുടെ കൂടെ നിന്നിട്ട് പ്ലാൻ ഉണ്ട് കേട്ടോ. ആള് ഇങ്ങനെ ഒരു ബിസിനസ് ആരും അറിയാത്ത പോലെ വെൽക്കം ടു ഹരീഷ്മാസ് വേൾഡ്. Hello guys, welcome back to Harishma's World.
അല്ല ആള് ഇൻട്രോ അങ്ങനെ ഒരു ബ്ലോഗിൽ പൃഥ്വിരാജിനെ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ? ആ ഉണ്ട്. കുറച്ച് ഞാൻ തള്ളിയാലോ. എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജിനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുവാണെങ്കിൽ, പൃഥ്വിരാജ് കുറച്ച് സീരിയസ് ക്യാരക്ടറാണ്. കുറച്ച് സീരിയസ് ക്യാരക്ടറാണ്. പിന്നെ നൈസാണ് പുള്ളിക്കാരൻ. അങ്ങനെ എല്ലാവരോടും നമ്മൾ അങ്ങോട്ട് പോകണം, മനസ്സിലായോ? പിന്നെ എനിക്ക് ആദ്യമായിട്ടല്ലേ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പൊ വരോ അങ്ങനെ എന്നെ മൈൻഡേ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് മൈൻഡേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി മൈൻഡ് ചെയ്യാൻ തുടങ്ങി. സെൽഫി ഒക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്തു. വിഷമമുണ്ടായിരുന്നു ആദ്യം മൈൻഡ് ചെയ്തിരുന്നപ്പോ? ഇല്ല, അങ്ങനെയാണ് ക്യാരക്ടർ എന്ന് അറിയായിരുന്നു. അങ്ങനെയല്ലേ പൃഥ്വിരാജിനെ കുറിച്ച്? അവരങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ജാടയോ കാര്യങ്ങളൊന്നും എനിക്കില്ല. അങ്ങോട്ട് പോയി ഞാൻ മിണ്ടുവാക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഹരീഷ്മയായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞാൻ വലിയൊരു ഇതാണ് ലൈക്ക് അങ്ങനത്തെ സ്റ്റാർട്ട് ചെയ്തതല്ലേ മോഡലിംഗ് ഒക്കെ? അതായത് ഞാൻ ഇങ്ങനെ ഫീഡിന്റെ താഴെയൊക്കെ പോയപ്പോ ആഡ്സിന്റെ, അതായത് ഓരോ എന്തോ ബുട്ടീക്സിന്റെയോ ഷൂട്ട്സ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ്. പിന്നെ ഡിസൈനറായിട്ട് ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ ദുബായിലോട്ട് വരുന്നത്. ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിപ്പിക്കല്ലേ, ഇർഫയുടെ ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന ഷോപ്പ്. അപ്പൊ എനിക്ക് ദുബായിൽ വന്ന ടൈമിൽ എനിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ല, ഞാൻ വന്നതേ ഉള്ളൂ. പിന്നെ ജസ്മലായിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ ഒരു ഷോപ്പിലായിരുന്നു. അങ്ങനെ കമ്പനിയായി. പിന്നെ എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. പിന്നെ ജസ്മല എന്നെ പതുക്കെ ഇർഫേനെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ റൂം കരാമയിൽ ഞാൻ ഓൾറെഡി നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബെഡ് സ്പേസ് ആയതുകൊണ്ട് തന്നെ വന്ന ടൈമിൽ റൂമിൽ ഭയങ്കര ഒന്നും മിണ്ടാനോ ആക്കാനോ ഒന്നും ആരുമില്ല. പിന്നെ എനിക്ക് ഡിപ്രഷനിലേക്ക് ഞാൻ പോയി. ആരും മിണ്ടാനും ഇല്ല, ഒന്നുമില്ല. പിന്നെ പതുക്കെ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ്. ഇർഫ എങ്ങനെയാണെന്ന് അറിയാവോ? ഇർഫ സ്റ്റാർട്ടിങ് ആരും കമ്പനിയെ ആക്കൂല. ക്യാരക്ടർ കറക്റ്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ ഇർഫ ഭയങ്കര ക്ലോസ് ആവും. ആ ഒരു ഇത് അല്ലെങ്കിൽ ആടാ ശരി, ഈ ഒരു സംഭവം അങ്ങനെയില്ല. കൊറേ പണി കിട്ടിയോണ്ട് കൂടുതൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നല്ല കുറച്ച് ഫ്രണ്ട് സർക്കിൾ എന്നുള്ള രീതിയിലാണ് അങ്ങനെ. അപ്പം ഹരി ഒരു നല്ല സർക്കിൾ, ഐ മീൻ ആ ഒരു നല്ല ഇതായതുകൊണ്ട് സ്വാഭാവികം. അങ്ങനെയാണ് എന്നെ ഇർഫ ഉള്ളിലേക്ക് കടത്തിയത്. പിന്നെ എന്താ, പിന്നെ നമ്മൾ ഒരേ വൈബാണ്, എല്ലാം ഒരേ ഇത്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചോണ്ടേ വെറുതെ നമ്മള് സത്യം വെറുതെ. ഞാൻ നല്ലോണം ചിരിക്കും ഹരി ഉണ്ടെങ്കിൽ. ഞാൻ സോളോ ട്രിപ്പ് അതിന്റെ മെയിൻ ഉണ്ടായത്. അപ്പം ഹരി ഞാൻ ചിന്തിച്ചിട്ടില്ല ഹരീനെ ഒന്നിച്ച് കൂട്ടണം എന്നൊക്കെ. അങ്ങനെ വേർഡ് എന്തെങ്കിലും ക്ഷമിക്കണം, എല്ലാം കൂടി മിക്സ് ആയിട്ട് എന്തൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരി ഇങ്ങനെ പറയുന്നത് ഹരി സോളോ ട്രിപ്പിന് പോകുന്നുണ്ട് കസക്കിസ്ഥാൻ, എവിടെയൊന്ന് പറയുമോ? അപ്പൊ ഞാനിങ്ങനെ എനക്ക് എവിടെയെങ്കിലും പോണം എന്നുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലം നോയിക്കൊണ്ടിരിക്കാന്നുള്ള പ്ലാൻ. ഹരി ഞാൻ നമുക്ക് രണ്ടൊക്കെ ഒന്നിച്ച് പോയാലോ അല്ലേ? അങ്ങനെ ഇരുന്ന് ഐറ്റിനറി സെറ്റ് ആക്കി. പിന്നെ അങ്ങോട്ട് ഐറ്റിനറി സെറ്റ് ആക്കാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തു? ഇല്ല. മെയിനായിട്ട് നമ്മള് ട്രിപ്പിന് പോകുമ്പോ അല്ല, കസക്കിസ്ഥാനിലാ പോയത്. കസക്കിസ്ഥാൻ, ബാങ്കോക്ക്, ദെൻ തേർഡ് വൺ ജോർജിയ. അതെ, ജോർജിയ ഭയങ്കര മോശം അനുഭവമായിരുന്നു. സെക്കൻഡ് ടൈമാ പ്ലാനിസ്റ്റിന്റെ കൂടെയാ പോയത്. അത് റോഡ് ട്രിപ്പാ ഉണ്ടായത്. ഫസ്റ്റ് റോഡ് ട്രിപ്പ് എന്റേതും ഹരിന്റേതും. ട്രിപ്പ് ഒക്കെ കിട്ടി. ഏത് നൈറ്റ് ആണെങ്കിലും ഉണ്ടല്ലോ, എത്ര ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. അതൊക്കെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. ഉള്ളിൽ കരഞ്ഞോണ്ട് അവര് പറയുന്നത്. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു രാജ്യത്തൊക്കെ അങ്ങനെ വരുമ്പോ നല്ല രസം. എന്താ പ്ലാനിസ്റ്റ് അവര് എന്താണെങ്കിലും നമ്മുടെ ആ ഒരു ഇതിന് അവര് റെഡിയാക്കി തരും. ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്ന പണി നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. ക്യാമറയുടെ ബാക്കിൽ ഒരാള് പ്രത്യേകം പറഞ്ഞിട്ട് ഫസ്റ്റ് സോളോ ട്രിപ്പ് പോയപ്പോ എങ്ങനെയായിരുന്നു? വീട്ടിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഞാൻ പറയാണ്ടാ പോയെ. മണാലിയാ ഞാൻ ഫസ്റ്റ് പോയത് ട്രെയിൻ കയറിയിട്ട്.
കോവിഡിന്റെ മുമ്പ്. അതെ 2021. ആ സമയത്ത് ഞാൻ ഉമ്മാട് പറഞ്ഞത് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഒരു 3-4 സ്റ്റോപ്പ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഉമ്മ ട്രെയിനൊക്കെ കയറുമ്പോഴേക്കും അല്ലർഫ് എൻ്റെ ഫ്രണ്ട്സിനൊന്ന് കാണാൻ ഞാനില്ല, അവർ കാസർഗോഡ് നിന്ന് കയറും അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ആ വ്ളോഗും സ്റ്റോറീസെല്ലാം ഇടുമ്പോൾ നീ കളവ് പറഞ്ഞില്ല. അതെൻ്റെ ഫസ്റ്റ് ട്രിപ്പ് മണാലിയിലേക്ക് ട്രെയിനിൽ. അവിടുന്ന് കുറേ ഫ്രണ്ട്സിനെ ഇങ്ങനെ ട്രെയിൻ ജേർണിയിൽ കുറേ ആൾ കണ്ടു. ഡൽഹിയിലാണ് ഫസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടായത്. അവിടുന്ന് കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് മണാലിയിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അന്നാപ്പീനെ ആൻഡ് സിന്ധു ജോണി ആള് ഇൻഫ്ലുവൻസർ. ഞാൻ അന്നാപ്പീനെ വിളിക്കല്, ആൻഡ് സിന്ധു ജോണി. അടുത്ത എപ്പിസോഡ് കൊണ്ടുവരാം. ആൻഡ് സിന്ധു ജോണി അങ്ങനെ ആളെ കൂടെ നല്ല കമ്പനിയായി. അങ്ങനെ അതാ ഫസ്റ്റ് സോളോ. നല്ല അടിപൊളി, എനിക്ക് ഇഷ്ടമായി. പിന്നെ അങ്ങോട്ടേക്ക് ചൈന പോയി, ടർക്കി പോയി. അവിടെ നിന്നായിരുന്നു തുടക്കം. എല്ലാത്തിന്റെ ഒരു തുടക്കം അവിടെ നിന്നായിരുന്നു. ഫാമിലിയിൽ എങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ? ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയാണെങ്കിൽ എന്നോട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്ര റിസ്ക് ഉണ്ട്, ഇത്ര കാര്യങ്ങളുണ്ട്, നീ അതിന് പോകണ്ട അല്ലല്ലേ? മെഡിക്കല് ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എത്ര പൈസ അവിടെ പോയി കളഞ്ഞത്, അത് ട്രൈ ചെയ്, അതിൽ നീ കുറച്ച് ഫൈനാൻഷ്യലി ഒന്ന് സെറ്റ് ആകുമ്പോൾ നിനക്ക് നിന്റേതായ ബിസിനസ് തുടങ്ങുന്നത് ഇതൊക്കെ ലൈക്ക് നോർമൽ പാരന്റ്സിന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് അതിലൊരു ഗ്രോത്ത് കാണുമ്പോൾ പിന്നെ അവര് ഓക്കെ. നാട്ടിൽ പോവാറില്ലേ? എനിക്ക് ഇഷ്ടമല്ല നാട്ടിൽ പോവാൻ. ഇഷ്ടമല്ല? അല്ല, എനിക്ക് കൂടുതൽ ഒന്നെങ്കിൽ വെക്കേഷൻ ടൈം പുറത്തേതെങ്കിലും കൺട്രീസിൽ പോവാനാണ്. കാരണം നാട്ടിൽ ഒന്നാമത് ഉമ്മ വർക്കിംഗ്, ഉമ്മാനെ കിട്ടൂല, ആളെപ്പോഴും കടയിൽ തന്നെ ആയിരിക്കും. പിന്നെ ബ്രദറും ഫാമിലി കൂടെ സെറ്റിൽഡ്. അവിടെ പോയി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മറ്റേ ഫോണും പിടിച്ച് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത്, ഫ്രണ്ട്സും എല്ലാവരും കല്യാണം കഴിച്ച് അവരെ ഓരോ പ്ലേസിലൊക്കെ സെറ്റിൽഡാണ്. പിന്നെ ഉള്ളത് ഹരി, ഓളും ഇവിടെ അന്നാപ്പി, ദെൻ ആൻഡ് സിന്ധു, അവളും കാനഡ. ഞാനിവിടെയല്ലേ, പിന്നെ വിലയില്ലല്ലേ? ഇടയ്ക്കിടയ്ക്ക് പേര് പറയണ്ടെന്നല്ലാതെ സ്നേഹം. ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾ അടിയാക്കും. അല്ല, നമ്മളെ കൊറേ ആൾക്കാരൊക്കെ അടിയാക്കാൻ. അയ്യോ അങ്ങനെ അയ്യോ എനിക്ക് മനസ്സിലായി കേട്ടോ, ഞാൻ ആ രീതിയിലല്ല നമ്മള് ഫസ്റ്റത്തെ അടിയായിരുന്നറിയോ? തായ്ലൻഡിൽ നിന്ന് ക്രാബി ഐലൻഡിൽ നിന്ന് നമ്മള് ഡാൻസ് ഒരു റീല് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നല്ല ചൂടാട്ടോ, ചൂട് എന്ന് വെച്ചാ ഇവിടത്തെക്കാട്ടിലും നല്ല ചൂടുണ്ട്. നല്ല ചൂടും ഐലൻഡ്സ് അല്ലേടാ, ആ ഒരു സീയും. അങ്ങനെ ഒരു ഡാൻസ് ഞാൻ തെറ്റിച്ചോണ്ടിരിക്ക. അപ്പൊ ട്രൈപോഡ് പൊട്ടി, കളിച്ച് ട്രൈപോഡ് പൊട്ടി. അപ്പം ഹൈരി ഇർഫ ഒന്ന് കളിക്കോ? ഞാൻ പറഞ്ഞു ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ പാവം, കാരണം ഹൈരിയ കൊറിയോഗ്രാഫി ചെയ്യുന്നു. ഞാൻ ഓക്കേടാ നെക്സ്റ്റ് അടുത്ത ശരിയാക്കും. ഞാൻ പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി ഈ സ്റ്റെപ്പ് കളിക്കാം. പിന്നെ ഇർഫ എനിക്ക് മതിയെ, എന്ത് ആ ചെറിയ കാര്യം റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ് വീഡിയോ 7 മില്യൺ 6 മില്യൺ സംതിങ് അടിച്ച് അതിൽ പിന്നെ സന്തോഷം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അത് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ ഭയങ്കര ചിരിയാണ്. ഞങ്ങൾ വഴക്ക് പിടിക്കുവാണെങ്കിൽ ഇർഫ എന്താക്കും, ഇപ്പൊ ഇർഫയുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ എന്താ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ എന്താക്കും, ഓരോ റീൽസ് ഒക്കെ ഇങ്ങനെ സാഡ് ആയിട്ടുള്ള ഓരോ ഇങ്ങനെയൊക്കെ വരും, എന്നിട്ട് സീൻ ചെയ്യുവേ. ഫ്രണ്ട്ഷിപ്പ് അതാണ്, ഫ്രണ്ട്ഷിപ്പ് മാങ്ങയാണ്. പക്ഷെ അപ്പൊ ഞാൻ ഒരു റിപ്ലൈയും കൊടുക്കും. 2 ദിവസം ഞാൻ മിണ്ടത്തില്ല, ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ മിണ്ടത്തില്ല, കേറത്തില്ല ഷോപ്പില്. എന്നിട്ട് ഇങ്ങനെ പറയാം ഷോപ്പിലൊന്നും കേറാനാണ് ഈ സംഭവം ഇങ്ങനെ അയക്കുന്നത്. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്നാ 3-ാം ദിവസം ഹേ കമോൺ, പിന്നെ അവിടെ ഒന്നും മൈൻഡിലേ വെക്കൂല, നോർമലി അങ്ങ് സംസാരിച്ചു. ഇതാണ് ഞങ്ങളുടെ വഴക്ക്, മൈൻഡ് ചെയ്തില്ല. എന്താലേ വഴക്കൊന്നും കൂടണ്ട, എന്തിനാ പിന്നെ മിണ്ടാനടക്കി. വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല, ഇന്റർനാഷണൽ വഴക്കുകളൊന്നും, ചെറിയ വഴക്കൊക്കെ ആയിരിക്കും. സൗന്ദര്യപ്പിണക്കം. മെയിൻ ആയിട്ട് നമ്മള് ട്രിപ്പ് പോകുമ്പോ ഉണ്ടല്ലോ, ഇർഫയാണെങ്കിൽ സ്പോട്ടിൽ സ്റ്റോറി ഇടണം. ഞാൻ ലൈവായിട്ട് സ്റ്റോറി. ഇപ്പൊ ഞാൻ കൊറേ മാറി, പക്ഷേ ആ ടൈമില് കണ്ണേറുണ്ട്, അത് സത്യമായിട്ടുണ്ട്. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളതൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാപ്ഷൻ ഒക്കെ ഇട്ടിട്ടിടും. 2 മിനിറ്റ് ഞങ്ങൾ വഴക്കാം. എന്തെങ്കിലും പ്രശ്നം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും മെയിൻ ആയിട്ട്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ്,
ഞാൻ തലയിറങ്ങി വീണാലും ഇർഫ അവിടെ പോകുമ്പോൾ ഞാനിങ്ങനെ ഈ സാഹചര്യത്തിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ അറിയാം, എന്നാലും ഹരീഷ്മ ഇപ്പൊ സൈഡായി. ഹരീഷ്മ ഇപ്പൊ തലയിറങ്ങി വീണിരിക്കുകയാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് ഒരു നാരങ്ങ വെള്ളം ഞാൻ തലയിറങ്ങി വീണ് നമ്മൾ തായ്ലാൻഡിൽ നോക്കടി തലയിറങ്ങി അവിടെ ഒരു റോഡിന്റെ സൈഡിൽ ഹരി നീടിയിരിക്കും. ഞാൻ ഇപ്പം നിക്ക് നാരങ്ങ വെള്ളം വാങ്ങിച്ചു, അവിടെ കിടക്കുക. ഞാനിപ്പം നാരങ്ങ വെള്ളം വാങ്ങിക്കാൻ പോകുന്നത് ഹരീഷ്മയുടെ തല. ഞാനപ്പോ സ്റ്റോറി കാണുവാ നാരങ്ങ വെള്ളം വാങ്ങാൻ പോകുന്നു, ഞാൻ അവിടെ തലയിറങ്ങി കിടക്കുമ്പോ നാരങ്ങ വെള്ളം വാങ്ങാൻ പോകുന്നു, ഇതൊക്കെ ഫുള്ള് സ്റ്റോറി ഇടും. തല ഇറങ്ങുമ്പോ എങ്ങനെയാ സ്റ്റോറി? ഞാൻ കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. അയ്യോ പക്ഷെ ഇപ്പൊ ലൈവ് സ്റ്റോറി കുറഞ്ഞു നല്ല രീതിയില്. എടാ നിങ്ങൾ ഇൻസ്റ്റഗ്രാമില് ആക്റ്റീവായി നിൽക്കണം, നിങ്ങൾക്കൊരു അതായത് എപ്പോഴും ഭയങ്കര ആക്റ്റീവായി നിന്നാലല്ലേ ആ ഒരു ഓഡിയൻസിനെ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നിങ്ങൾ എങ്ങനെയാ ഈ വർക്കിന്റെ ഒപ്പം ബിസിനസിന്റെ ഒപ്പം എങ്ങനെയാ മാനേജ് ചെയ്യാ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ ഡിഫിക്കൽട്ട് ആൻസർ. നല്ല ബുദ്ധിമുട്ടാ. പിന്നെ ഞാൻ ആ ഒരു കൺസെപ്റ്റ് മാറ്റി. ഫസ്റ്റ് ഒക്കെ കണ്ടന്റ് ചെയ്യണം, കണ്ടന്റ് ഓരോ ദിവസവും 2 വീഡിയോ വെച്ചിടണം, 2 റീൽസ്, ആ ഒരു ഫോമാറ്റ്. എനിക്കും അറിയില്ല, നമ്മൾ ഒരു ദിവസം 3 ഔട്ട്ഫിറ്റ് എടുത്ത് പോയി ഓരോ ഔട്ട്ഫിറ്റില് 3 ഒരു ഡാൻസ് ലൈക്ക് ഒരു ഔട്ട്ഫിറ്റ് ഒന്ന് ഷോക്കേസ് ചെയ്ത് അങ്ങനെ സ്ക്രിപ്റ്റഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോകുന്നു, ഏർലി മോർണിംഗ് പോകും. അൽസീഫ് ഏറ്റവും അടുത്ത 5 മണിക്ക് അങ്ങനെ പോയിട്ട് എടുക്കും. പിന്നെ ലൈക്ക് നമ്മൾ തന്നെ ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്ത് ലൈക്ക് ഓഡിയൻസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവിടെ നിൽക്കും, അത് ഏത് കണ്ടന്റ് ആയാലും അവർ ഇഷ്ടപ്പെടും. പിന്നെ ലൈക്ക് നമ്മളെ ഈ ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ നമ്മളെ ഡെയിലി റിലേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ അങ്ങോട്ടേക്ക് നമ്മളെ പോയിന്റ് ഓഫ് വ്യൂ, അങ്ങനെ ചെറിയ നമ്മളെ ഹാപ്പിനെസ് ചെറിയ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റ് ആണോ നിങ്ങൾ ഇടാറ്? അതായത് നിങ്ങൾ വേറെ ഒരാളുടെ കണ്ടിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടർ ആണോ നിങ്ങൾ കൂടുതൽ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? എങ്ങനെ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തത്? കോവിഡിന്റെ സമയം ഞാൻ കോവിഡിന്റെ സമയം ഞാൻ അല്ലാണ്ട് നോർമലി മ്യൂസിക്കലി ഉണ്ടായിരുന്ന ടൈമിൽ ചുമ്മാ ചെയ്തതായിരുന്നു. ഞാൻ അപ്പോഴൊന്നും പിന്നെ മോഡലിങ്, പിന്നെ അതിലൂടെ ഓരോ പ്രൊമോഷൻ വീഡിയോസ്, ടിക്ടോക്ക് ഇല്ല ഞാൻ കോവിഡിന്റെ ആ സമയത്താ യൂട്യൂബ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ദുബൈയിലുള്ള വരുന്ന സമയത്ത് ഒരു 25-30K ആ കൈൻഡ് ഓഫ് അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പൊ മറ്റേ പറയാൻ പറ്റുമോ, ഇപ്പൊ താഴെ നോക്കുമ്പോ ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഫോട്ടോസ് മാത്രം, അത് വേറെ അക്കൗണ്ട് ആണോ? അപ്പൊ അല്ലല്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കും, ഇങ്ങനെ നോക്കും താഴെ നല്ല പ്രൊഫൈൽ ഇങ്ങനെ നോക്കുമ്പോ സത്യം ഇത് നമ്മളില്ലേ ലൈക്ക് ഇങ്ങനെ ഓരോ സ്റ്റേജും ലൈഫിൽ കഴിഞ്ഞ് നമുക്ക് നമ്മളെ ആൽബം, എൻ്റെ ഒരു ലൈക്ക് നമ്മളൊരു നല്ലൊരു ആൽബം, നല്ല മെമ്മറീസ് ഒക്കെ ഉള്ള ഒരു ആൽബം, എൻ്റെ ചിലപ്പോൾ ഒരു പണ്ടത്തെ റീൽസിനൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റോറിയാണ്. ചിലപ്പോൾ ഒരു സങ്കടത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും ഫ്രണ്ട് വന്നിട്ട് വായുധം കളിക്കും, ചിലപ്പോൾ ആ സോങ് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം റീൽസ് ആഡ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഞാൻ ആർച്ച് ചെയ്തു. ഓരോന്നിലും കുറച്ച് ബാഡ് മെമ്മറീസ് ആയിരിക്കും. എല്ലാം എൻ്റെ ഉണ്ട്, ചോദിച്ചാൽ മതി, ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ തരാം. നല്ലൊരു കൂട്ടുകാരെ കിട്ടിയതിൽ എന്താ പറയാനുള്ളത്? പോഡ്കാസ്റ്റിൽ നല്ലത് മാത്രം. ഇത് കഴിയുമ്പോ തരാ നിനക്ക് താലക്കെട്ട് തരാതെ വാ നീ. നിങ്ങൾ നേരത്തെ അറിയാവുന്ന ആൾക്കാരാ അതോ ഇവിടെ വന്ന്? ഞങ്ങൾ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് പരിചയപ്പെടുന്നത്. ഞാൻ പണ്ട് കൊച്ചിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മ്യൂച്വൽ ഫ്രണ്ട്സ് ഞങ്ങൾ പരിചയപ്പെട്ടു. എന്നിട്ട് പിന്നെ എന്നോട് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ജോലി എന്തെങ്കിലും ശരിയാവോ എന്നുള്ള മൈൻഡിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കും. അപ്പോൾ അവൻ പറയും വിസിറ്റ് എടുത്ത് വാ. അങ്ങനെ ആ ഒരു പ്രത്യേക നിമിഷത്തിൽ വിസിറ്റ് എടുത്ത് തലേ ദിവസം വിളിക്കണം എന്നോട്, ഞാൻ നാളെ ദുബായിക്ക് വരുന്നുണ്ട്. അപ്പോൾ അവൻ അയ്യോ തലയിലായ മാറണം എന്നുള്ള സാധനമായി. എന്നിട്ട് പിന്നെ ആവേശത്തിന് വിചാരിച്ചില്ല സത്യമായിട്ടോ, അത് ഞാൻ വെറുതെ ഒരു ഇതിന് വന്നതാ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ മീറ്റ് ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ തുടങ്ങിയാലോ എന്നുള്ള ഐഡിയ ആയി. പിന്നെ എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ നിമ്മി ചേച്ചിയായിട്ട് ഇവർ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ 18-ാം തീയതി എന്നുള്ള ഒരു ഡേറ്റും പറഞ്ഞു. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. വിളിച്ചതിന് ശേഷം ഞങ്ങൾ പേരിടുന്നത്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, പേര് കിട്ടിയത് എല്ലാം ആൾക്കാർ മാത്രം റെഡി ആയിരുന്നു. ബാക്കിയെല്ലാം നമ്മുടെ ഇതിൻ്റെ താഴെ തന്നെ ഓഫീസുണ്ട്. സോ സ്റ്റുഡിയോ സെറ്റായി, അങ്ങനെ എല്ലാം സെറ്റായി. ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ നല്ല കേട്ടോ നിങ്ങളുടെ ആ ഒരു ഇതും ഒക്കെ നല്ല കണ്ടിരിക്കാനൊക്കെയാണ്. പിന്നെ ഇർഫ അല്ലേ പാട്ട് പാടുമെന്ന് പറഞ്ഞു? ഞാനല്ല, ഹരി പറഞ്ഞ ഇവര് വിചാരിക്കുക ഹരി ഹരീഷ്മ ഇങ്ങനെ നീട്ടി വിളിക്കാൻ പറയാം എല്ലാരും എന്നെ ഹരീഷ്മ ഹരിമ ഹരീഷ്മ ഇറങ്ങിയാണോ ഹരീഷ്മ എന്ന് പേരിട്ട്? സ്കൂൾ
കേൾക്കുന്നതാ ആ ലെവല് തന്നെ ട്ടോ. എത്ര ഞാൻ കുഞ്ഞല്ലേ. 2002 നിൽക്കവൻ. അങ്ങ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്നെ എല്ലാരും കളിയാക്കുന്നത് കരീഷ്മ ബൈക്ക് നിൽക്കുന്ന രീതിക്ക് എന്നെ കരീഷ്മ കപൂർ ലൈക്ക് ഇങ്ങനെ കപൂർന്നാരെ വിളിച്ച അവനെ വിളിച്ചോണ്ടോ ഇവിടെ. ഫുഡൊക്കെ എങ്ങനെ, എന്താ പരിപാടി ഫുഡിനൊക്കെ? ഇർഫ രാവിലെ പണ്ടത്തെ ഇർഫയാണെങ്കിൽ രാവിലെ ഒരു ചോക്ലേറ്റ്, ഉച്ചയ്ക്ക് ഒരു ചോക്ലേറ്റ്, പിന്നെ അപ്പുറത്തുനിന്ന് മറ്റൊരു ബണ്ണുണ്ട് ക്രീം മറ്റേ മുന്തിരിങ്ങയൊക്കെ കളർ അത് ഇതായിരിക്കും രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡായേ. രാത്രിയില് പില്ലിയില് പോയിട്ട് നൂഡിൽസാ അല്ലേ, നൂഡിൽസ് എന്തെങ്കിലും ഇതാണ് ഇർഫ. അപ്പൊ നല്ല രീതിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോ ഇപ്പൊ നല്ല രീതിക്ക് ഹെൽത്തി ഫുഡ് ആയല്ലോ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന്. ഞാൻ ഭയങ്കര ചോക്ലേറ്റ് അഡിക്റ്റ് ഉണ്ടായത്. ഇപ്പോഴല്ല, ഇപ്പം ഷുഗർ കട്ട് പറ്റുന്നുണ്ട്. ഷുഗർ കട്ട് ചോക്ലേറ്റ്സിനോട് ആ ക്രീവിങ്സ് പോയി എപ്പെങ്കിലും വരാറുള്ളൂ. ഇപ്പൊ ഒരു ഡയറ്റീഷ്യനെ വെച്ച് കാരണം എനിക്ക് PCOD ഒക്കെ ഉണ്ട്, ഹെൽത്ത് ഭയങ്കര സീനാവാ. സോ ഐ തിങ്ക് ഒരു ഡയറ്റീഷ്യനെ വെച്ചെങ്കിൽ നല്ലതായിരുന്നു എന്ന് വെച്ചിട്ട് എവിടെ നമ്പർ എടുക്ക് എനിക്കൊണ്ട് തരാം. അങ്ങനെ ഇപ്പം ഡയറ്റിലോട്ട് അങ്ങനെ പോകുന്നുണ്ട് നല്ല രീതിയിൽ ഉണ്ട്. എന്നെ കാണുമ്പോ കരീഷ്മ നമുക്ക് നടക്കാൻ പോവാം, നടന്നിട്ട് ഏതെങ്കിലും ബേക്കറിയിൽ എത്തുമ്പോ നമുക്കൊരു കേക്ക് എന്തെങ്കിലും കഴിച്ചാൽ അങ്ങനെയല്ല, ഇപ്പൊ കഴിച്ചാലും പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സംഭവത്തിലേക്ക് എത്തി, ആ ഒരു സംഭവത്തിലേക്ക്. ഇന്നലെ അങ്ങനെയല്ല, ഞാൻ ചെയ്യുന്നുണ്ട്, മാറി നന്നായിട്ട് മാറി. അത് ഇപ്പൊ അടുത്ത ട്രിപ്പിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നുണ്ട്. വെരി ഗുഡ്. നമ്മളിപ്പോ ട്രിപ്പ് പോകുമ്പോ ഉണ്ടല്ലോ മോർണിംഗ് ഇർഫ എണ്ണീക്കൂല ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എന്താവും കറക്റ്റ് അലാറം വെച്ചിട്ട് ഞാൻ നേരെ ഓടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട്. ഇർഫ എന്നാലും എണ്ണീക്കൂല ഒന്നും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലടാ മാറി. ഞാൻ ഇങ്ങനെ വിചാരിക്കും ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ ഫ്രണ്ട്സ് സ്കൂൾ ടൈമിൽ ഇതിന്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പണ്ടെല്ലാം ബിസ്ക്കറ്റിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ പണ്ട്. ഏത് സ്കൂൾ അങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക്, ഗുഡ് ടൈഗർ ബിസ്ക്കറ്റ്, ക്രാക്ക് ജാക്ക്, അത് മറ്റിങ്ങനെ കടിച്ച് കടിച്ച് തോക്ക് പോലെ ആക്കും. ഞാൻ ഇങ്ങനെയാണ്, ഹരിയാണ് എനിക്ക് ഇതൊക്കെ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഏതാ അടുത്ത ട്രിപ്പ്? എന്താണ് പ്ലാൻസ്? ഇപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ഇങ്ങനെ ഒരു കൊണ്ടുപോവോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊണ്ടുപോകാനാ? ഞാൻ ആക്ച്വലി ട്രിപ്പ് പ്ലാൻ ചെയ്യല് ഞാനാ, കംപ്ലീറ്റ് ഐറ്റിനറി സെറ്റ് ചെയ്യല് ഞാനാ. പക്ഷെ അവിടെയുള്ള കോണ്ടന്റ് നമ്മള് രണ്ട് ഡിപ്പാർട്ട്മെന്റാ. ഞാൻ പറയും ഹരി മൊത്തം ട്രിപ്പ് ഞാൻ നോക്കിക്കോളാം, അതിലൊന്നും അക്കോമഡേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ഐറ്റിനറി പ്ലേസസ് ഒക്കെ ഞാൻ നോക്കും. ബാക്കി ഓരോ പ്ലേസിലത്തെയും കോണ്ടാക്ട്, അതായത് നമുക്ക് ഈ ഡാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ലൊക്കേഷനിൽ നമുക്ക് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഇതാക്കാം, അതൊക്കെ ഹരി. അങ്ങനെയാണ് നമ്മള് ബൈർഫേയില് നമ്മൾ ആ പ്ലാൻ ചെയ്ത കോസ്റ്റ്യൂംസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും, ഇല്ലെങ്കിൽ നമ്മള് മൊത്തം ഇറങ്ങും രാത്രി 2 ദിവസം. ഡൗട്ട്, അതായത് നിങ്ങളുടെ ഷോപ്പിലെ ഡ്രസ് മാത്രമാണ് നിങ്ങളുടെ? അല്ല കാരണം അല്ല ഞാൻ എന്റെ സ്റ്റോറിൽ ആക്ച്വലി എനിക്ക് എന്റെ ടേസ്റ്റ് മാത്രമേ ഞാൻ ആദ്യം വെക്കാൻ തുടങ്ങിയുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് മനസ്സിലായി എല്ലാവർക്കും നമ്മളെ ടേസ്റ്റ് ഇഷ്ടമാണെന്നില്ല. പക്ഷെ എനിക്ക് എന്റെ കൺസെപ്റ്റ് അതിലേക്ക് മാറ്റാൻ ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട്. മോഡസ്റ്റ് വേസ് ഇപ്പൊ ഞാൻ കുറച്ചിട്ട് കൂടുതലും ലൈക്ക് ഫോർമൽസിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഒരു കസ്റ്റമറിലേക്ക് മാത്രമേ ഇപ്പം പ്രോഡക്റ്റ്സ് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം അവരെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് നോക്കണം. ആ ടേസ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ എന്നുള്ള സംഭവം നോക്കി കുറച്ച് പണിയുണ്ട്, പക്ഷെ അത് മാറണം. എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പൊ വെൻഡേഴ്സിനാണെങ്കിലും ലൈക്ക് ഹോൾസെയിലേഴ്സ് ഒക്കെ തപ്പിയെടുക്കാനൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻ അന്ന് ഉണ്ടായിട്ടില്ല കേട്ടോ. അന്ന് ഇതേപോലെ തന്നെ ഇപ്പം ഒരാൾ പറയും ഇങ്ങനെ ഈ മാർക്കറ്റിൽ പോയെങ്കിൽ അവിടെ നമ്മളിങ്ങനെ നടന്ന് ഒരു സപ്ലൈസിനെ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിനെ കണ്ടുപിടിക്കണം. ആ സമയമൊക്കെ അങ്ങനെ കണ്ടുപിടിച്ചത്. ബട്ട് ഇപ്പം ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ ChatGPT തന്നെ ജസ്റ്റ് ചോദിച്ചാൽ മതി, ഹായ് ChatGPT എനിക്ക് കുറച്ച് ഹോൾസെയിലേഴ്സിനെ തരൂ. നിരക്കിനെ നമുക്ക് തരില്ല ഓപ്ഷൻസ്. പണ്ട് അങ്ങനെയൊന്നും അല്ല. ലൈക്ക് 3 years മുമ്പ് ഓരോ മാർക്കറ്റിലും പോയി അവരോട് ഇങ്ങനെ ചോദിച്ച് അങ്ങനെ അതിനുവേണ്ടി ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ട്രാവലിങ്ങും ഓരോരോ പ്ലേസസ് ലൈക്ക് ഞാൻ അങ്ങനെ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ബിസിനസ് പേർപ്പസ് ആണെങ്കിൽ ഒരു 4 days ബിസിനസ്സിന് വേണ്ടി ബാക്കി 4 days എനിക്ക് എന്നുള്ള രീതിയിലാണ്. പക്ഷെ രസം, എല്ലാം ഒരു രസം.
എടാ എങ്ങനെയാ ദുബായിൽ വന്നതിന് ശേഷം, അതായത് ഇത് നാട്ടിൽ ഞാൻ മിസ് ചെയ്യണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ദുബായിലത്തെ, അതായത് ഒരു കമ്പാരിസൺ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വന്നതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ഇപ്പോൾ താൻ ഫസ്റ്റ് വന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ മിസ് ചെയ്യാലോ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ മെയിൻ ആയിട്ട് ഫുഡിന്റെ കാര്യമാണ് മിസ് ചെയ്യുന്നത്. ഫുഡിന്റെ കാര്യം ആ ഒരു സംഭവം എനിക്ക് വന്നിട്ടേ ഇല്ല. കരാമേലായത് കൊണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിൽ കിട്ടാതെ ചിലപ്പോ പല നാടൻ ഫുഡൊക്കെ എല്ലാ കൺട്രീസിലെ ഫുഡ് നമുക്ക് ഇവിടെ ചൈനീസ് ആയാലും സോ അങ്ങനത്തെ ഒരു അതൊന്നുമില്ല. പിന്നെ എനിക്കും നാടിനെക്കാളും കുറച്ചും കൂടി ഇഷ്ടം നാട്ടിലത്തെ സത്യം ഒരു ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാ. അയ്യോ സത്യം, എനിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യാനാണെങ്കിൽ ഒറ്റയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക്. നമ്മളെത്ര ട്രിപ്പ് പോയാലും തിരിച്ച് ഇവിടെ ദുബായിലെത്തുമ്പോ ഒരു ലൈക്ക് നമ്മളെ ഹോം കൺട്രി പോലെ നാടിനൊക്കെ. എനിക്ക് സ്റ്റാർട്ടിങ് ദുബായ് തീരെ പറ്റൂലായിരുന്നു. വന്ന ടൈമിൽ എനിക്ക് എങ്ങനെയും നാട്ടിൽ പോയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അങ്ങ് ഓക്കെ ആയിട്ട് ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്നാണ്. ഇവിടെയാണ് എനിക്കൊരു ഹോം ഫീൽ സത്യം പറഞ്ഞാൽ എനിക്ക് ദുബായ്. എനിക്കും സെയിം തന്നെ. ഞാൻ മാക്സിമം 10 days കൂടുതൽ പറ്റുന്നില്ല. എനിക്കും സെയിം തന്നെയാണ്. ഫുഡ് ഏതൊക്കെ ഫുഡാണ് കഴിക്കാറ്? എങ്ങനത്താണ് ഇഷ്ടമുള്ളത്? അത് അവനോട് ചോദിക്കും. എങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാറുണ്ട്? ഫുഡ് അല്ല, കറക്റ്റ് ആയിട്ട് ഫുഡ് ചീസി ഫ്രൈസ് ഇസ് നൈസ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ പറ്റി പറ. നാട്ടിലല്ലേ കുറച്ച് ഫ്രണ്ട്സൊക്കെ നാട്ടിൽ പോയി നിക്കാഹിന്റെ സമയത്ത് ഇപ്പോൾ ആനാണെങ്കിലും അപ്പോൾ ആനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫുൾ ത്രൂ ഇൻസ്റ്റഗ്രാം ഒക്കെ ആയിരുന്നില്ലേ? കുറേ ഫ്രണ്ട്സ് നാട്ടിലല്ലേ? അപ്പോൾ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ടാസ്ക് ആണോ മെയിൻറ്റെയിൻ ചെയ്യുക? ഒന്നാമത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, ത്രൂ ഇൻസ്റ്റഗ്രാം അല്ലേ പരിചയപ്പെട്ടത്? ഇർഫാ ത്രൂ ആണല്ലേ പരിചയപ്പെട്ടത്. ഹരീഷ്മ അച്ഛനെയും അമ്മേനെയും പോയിട്ട് സർപ്രൈസ് വിസിറ്റ് ചെയ്യണ വീഡിയോ, ഇത് അച്ഛന്റെ മേലെ കയറിയിരുന്നു ഫാമിലി ആയിട്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, ഫാമിലി ആയിട്ട് ഭയങ്കര ഒരു ബോണ്ടും. ഞാൻ പറഞ്ഞില്ല 2.5 വർഷം ഞാൻ നാട്ടിലേ പോയിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് കിട്ടുന്ന കുറച്ച് ലീവൊക്കെ ഞാൻ എന്താക്കും വേറെ എവിടെയെങ്കിലും. അത് ഇല്ല, ഇവരിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ ചേച്ചിയൊക്കെ ഇവിടെ സെറ്റിൽഡ് ആണ്, പിന്നെ അമ്മയൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്നു. പക്ഷെ അച്ഛനെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞിട്ടില്ല, നമ്മുടെ ഒരു കസിന്റെ ഒരു മാരേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറയത്തില്ല, ഞാൻ വരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഇമേജ് കൊടുത്തേക്കുമായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ നല്ല രസാ, ഒരു ഫീൽ. ഞാൻ സത്യം പറഞ്ഞ പോഡ്കാസ്റ്റ് അതുകൊണ്ട് കണ്ടതല്ല, അതിന് മുന്നേ വീഡിയോ ആ വീഡിയോ ഇറങ്ങി ഇത്ര ഇതായിട്ട് ഒരു 4 ദിവസം ഞാനും അച്ഛനും പൊരിഞ്ഞ് വഴക്കാം. ഞാൻ അച്ഛൻ പറയും ഇതാ വീഡിയോ ഇറങ്ങിയതിന്റെ 4ാമത്തെ ദിവസം ഞങ്ങൾ യെസ് ഗൈസ് എന്താന്നല്ലേ അത്. ഇവളൈസിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ നല്ല നിങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് ബാഡ് എക്സ്പീരിയൻസ് ഭയങ്കര ഇതിറങ്ങുമ്പോ തന്നെ ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അതുണ്ട്, എവിളൈസ് ഉണ്ട് സത്യമായിട്ട്. അത് ലൈക്ക് എന്തിങ്ങനെ അതെങ്ങനെ പറയണ്ടേന്ന് പോലും അറിയുന്നില്ല. ചിലപ്പോ എല്ലാരും അങ്ങനെ വരണം എന്നിട്ട് പറയുന്നതല്ല കേട്ടോ. നമ്മളിപ്പം ഒരാള് ഒരു വണ്ടി എടുത്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു വീട് വെച്ചാൽ ഏതാ ലൈഫല്ലേ നോക്ക്, ചിലപ്പോ നല്ല രീതിയിലായിരിക്കും പറയുന്നത്. സോ പ്രൗഡ് ഓഫ് ഹെർ അല്ലെങ്കിൽ അത്രയും അച്ചീവ്മെന്റ് എടുത്ത് ചിലപ്പോ അത് നമുക്ക് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് അതുണ്ട്. എല്ലാരും ചോദിക്കും പിന്നെ എന്തിനാ അതൊക്കെ അറിയിക്കാൻ നിൽക്കുന്നത്, ഇത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇതിങ്ങനെയാണ്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അത് സ്റ്റോറി ഇടുന്നു എല്ലാരും കാണിക്കുന്നു. അതുകൊണ്ട് പ്രൈവറ്റ് ലൈഫ് പ്രൈവറ്റ് ആക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരാൾ ഓരോ പോലെ അല്ലേ. എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോ ഒരു ആൽബം പോലെ നമ്മളിങ്ങനെ എടുത്ത് ഞാൻ നമ്മളെ സ്റ്റോറി നമ്മൾ ഇന്നിപ്പോ ഒരു സ്റ്റോറി ഇട്ട് ഒരു ദിവസം ഞാൻ തന്നെ ഒരു 100 പ്രാവശ്യം അത് കാണും. ഇങ്ങനെ പോയത് തന്നെയാ ഇത് തന്നെ അവിടെ തന്നെ അമ്മയൊക്കെ പോയിട്ട് വോയിസ് മെസ്സേജ് അയച്ച പിന്നെ 2-3 പ്രാവശ്യം കേൾക്കണോ. ഞാൻ എന്റെ സ്റ്റോറീസ് ഞാൻ ഇങ്ങനെ പിന്നെയും കാണും. ഞാൻ ഹരിനോട് ഞാൻ പറയും ലാസ്റ്റ് ഇതൊരു 10ാമത്തെ പ്രാവശ്യം, ഇനി ഒരു 5 പ്രാവശ്യം. എത്ര പേര് കണ്ടു എന്നൊക്കെയാണോ? അതല്ല നോക്കിയില്ലേ, എഡിറ്റിംഗ് എല്ലാം ആയിരിക്കും ചെയ്യുന്നത്, ഫുൾ എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ. ഞാനെന്നെ ഇങ്ങനെ നോക്കും, എന്ത് രസം കാണാൻ. ഞാനെന്നെ ഇങ്ങനെ നോക്കും. ആ ഒരു അങ്ങനെ സത്യം പറഞ്ഞ നോക്കിയല്ലേ, ഞാൻ ഇത്രയും ഒന്നും നോക്കാറില്ല. ഞാൻ കുറച്ച്
കുറച്ചേ നോക്കാറുള്ളൂ. പക്ഷെ ഇത്ര കണ്ടിന്യൂസ്ലി വീഡിയോസ് തന്നെ പിന്നെയും പിന്നെയും കാണാൻ. കാരണം ഓരോന്നൊക്കെ അത്രക്കും കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയൊരു സംഭവമായിരിക്കും. പണ്ടൊക്കെ ഇപ്പൊ ഞാൻ അങ്ങനെ പറയല്ല, എന്നാലും പണ്ട് ഇപ്പൊ ഞാൻ ഫസ്റ്റ് സോളോ ട്രിപ്പ് നമ്മൾ തന്നെ പൈസ ഇട്ട് പോകുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു ടീം, ഒരു ട്രാവൽ ടീം ഇർഫ അവിടെ പോവോ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തുതരാന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു അച്ചീവ്മെന്റാ നമ്മളത്ര. അപ്പം ആ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മള് സാധനം കിട്ടി. അത് അതൊക്കെ കാണുമ്പോൾ അപ്പൊ പിന്നെ ഇങ്ങനെ നോക്കും, ഭയങ്കര രസമാണ്. നമുക്ക് പിന്നെയും നമുക്ക് ഓരോ കാര്യങ്ങൾ ഏൺ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണ്. സത്യം. ഇനി പെൻഡിങ് ഉള്ള ഏതെങ്കിലും ലൈക് ആഗ്രഹമുള്ള സ്ഥലങ്ങൾ പോകാനുള്ളത് കുറേ ഉണ്ട്. എന്നാലും നെക്സ്റ്റ് ഫ്രാൻസ് ഉണ്ട്, ഗ്രീസ്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, ഒരുപാടുണ്ട്, കുറെ കൺട്രീസ് ഉണ്ട്. നെക്സ്റ്റ് ഈ വർഷം ഇനിയിപ്പോ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഭയങ്കര സെലിബ്രിറ്റീസ് ഒക്കെ നിങ്ങളുടെ കണ്ടന്റ് കണ്ടിട്ട് മെസ്സേജ് അയച്ച അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? എന്റെ അച്ഛന്റെ വീഡിയോ ഒക്കെ ഇറങ്ങിയപ്പോ ആരൊക്കെയും എനിക്കറിയത്തില്ല, കൊറേ പേര് ഇല്ല. സത്യം കണ്ടില്ലേ, സ്റ്റോറിന്റെ ഇഷ്ടം പോലെ അയക്കാറുണ്ട്. ഇല്ല, എന്റെ ഇതിലയക്കാറ് നമ്മളെ എന്റെ ബ്രാൻഡിലേക്ക് അയക്കാറ് ഔട്ട്ഫിറ്റ് എത്രയാ, അല്ലെങ്കിൽ അങ്ങനെയാ നിങ്ങൾ കൊളാബറേഷൻ ചെയ്യാറുണ്ടോ, നൈസ് ഔട്ട് അങ്ങനെ ഏതെങ്കിലും കണ്ടപ്പോ ഞെട്ടിയിട്ടുണ്ടോ? ഈ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ട്. കൊറേ പേര് അയച്ചിട്ടുണ്ടാ. ദിയ കൃഷ്ണ അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ അവർ പേരിട്ടുന്നില്ല, നമ്മളെ പ്രേമത്തിലത്തെ അനുപമ അയച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അയ്യോ അനുപമ നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംഭവം ഇല്ലേ, അതെ, ആൾക്ക് ഡ്രസ്സസ് ഇഷ്ടാവുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അപ്പൊ അവർക്ക് ഡ്രസ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവര് വാങ്ങിച്ചതാട്ടോ, കൊലാബറേഷൻ അല്ലേ, അവര് വാങ്ങിച്ചത്. അവര് ഞാൻ ചോദിച്ചു പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ അവർക്ക് പൈസ വാങ്ങിച്ചോളാം. ഹരീഷ്മിക്കോ ആരാ അച്ഛന്? ഞാൻ പറയത്തില്ല, എനിക്ക് സങ്കടമായി. ഇപ്പൊ എവിടുന്നോ ഷൂട്ടിന്റെ കാര്യത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു ചെയ്യുന്നുണ്ട് ഗൈസ്. സോ അതിന്റെ കുറച്ച് ദിവസമായിട്ട് അതിന്റെ തിരക്കിലാണ് ഞാൻ. മൂവിയിൽ നിന്ന് ഒരുപാട് ഓഫേഴ്സ് വന്നിട്ട് പോവാത്തതെന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെയല്ലേ, ഞാൻ തന്നെ പറഞ്ഞു. ദുൽഖർ സൽമാൻ നായികയായിട്ട് അല്ല, സീരിയസ് ആയിട്ട് എനിക്ക് ഫിലിം ഇൻഡസ്ട്രി എനിക്ക് അങ്ങനെ താല്പര്യമില്ല. മൂവി ഫീൽഡ് ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇത് ചെയ്യുന്നത് എന്റെ ഒരു പാഷന്റെ മേലെ ഞാൻ ഓരോന്നും ചെയ്യുന്നതാണ്. അതും അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഷോർട്ട് ഫിലിം അല്ലാണ്ടുള്ള രീതിക്ക് ചെയ്യുള്ളൂ. കൂടുതലും ഞാൻ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറുള്ളത്, സെലക്ട് ചെയ്ത് ലൈക്ക് അങ്ങനത്തെ രീതിയിൽ. അല്ലാണ്ട് ഈ ഷോർട്ട് ഫിലിം പോലെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. വെബ് സീരീസ് അങ്ങനത്തതും അതും സെലക്ട് ചെയ്തിട്ട് തന്നെ എല്ലാം അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ ഇറക്കിയെങ്കിലേ ഉള്ളൂ ലൈക്ക് അല്ലാണ്ടുള്ള റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്കില്ലുണ്ട്. പക്ഷെ അറിയില്ല, ഞാൻ കൊറേ ചോദിച്ചു എന്താ പോവാത്ത മൂവിയിലേക്ക്. എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ മൂവിയില് പോവാത്തത്. കരിയർ ഉണ്ട് അതില്. എനിക്ക് കൊറേ മൂവീസ് ഓഫേഴ്സ് വരുന്നുണ്ട്. ബട്ട് ഇനിയിപ്പോ ഇതിന്റെ ഇവര് ഇറക്കുവാണെങ്കിൽ ആരാ കമന്റാ കരിയും കമന്റ്. പക്ഷെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടെങ്കിൽ അതാ ഇപ്പൊ കൂടുതൽ റീച്ച്. നെഗറ്റീവ് കമന്റ്സും കോണ്ടന്റ്സും. നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ കേട്ടണം, എന്ത് റീച്ച്. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ആൾക്കാരെ നിർത്തും. അല്ല, നമ്മളൊരു ഫോട്ടോ ഇല്ലേ നിക്കാഹിന്റെ, ഒരു ഫോട്ടോ എത്ര 2.3 മില്യൺ ഫുൾ കമന്റ്സ്. ഫോട്ടോ എനിക്ക് ഇവിടെ മിസ്സിംഗ് ടൂത്ത് ഉണ്ട്, അതും പറഞ്ഞിട്ട് ഒരു കമന്റ് ഇല്ല. സത്യം ഞാൻ കമന്റില് വഴക്കാക്കുക. അതായത് ഒരാള് നെഗറ്റീവ് കമന്റ് അടിക്കപ്പോ ഒരാളെ സപ്പോർട്ട് ചെയ്യാം, പിന്നെ അതിനെ റീപ്ലേസ് മൊത്തം. ഞാനിങ്ങനെ വായിച്ചിട്ട് എന്താ ഈ ലോകത്ത്. ചില വീഡിയോസ് ഒക്കെ ഇറക്കുമ്പോണ്ടല്ലോ കമന്റില് കുറെ ആൾക്കാര് അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുമാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പൊട്ടന്മാരാ. സത്യം. നമ്മൾ വിചാരിക്കും ഇതിന് മറുപടി കൊടുക്കണം, അപ്പോഴേക്കും എന്താ പിന്നെ റീച്ച് കൂടും. അങ്ങനെ കമന്റ്സ് ഞാൻ കുറെ നെഗറ്റീവ് കമന്റ്സ് അതിന് ഡിലീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ജസ് പറഞ്ഞ എന്തിനാ ഇപ്പൊ ഡിലീറ്റ് ചെയ്യുന്നത്, അതവിടെ ഇരുന്നോട്ടെ, രസല്ലേ, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ ഞാൻ വിട്ട് അവരവിടെ ഇരുന്ന് എന്തെങ്കിലും ആട്ടെ, അവര് മൊത്തം ഇടിയാ. അപ്പൊ ഹരീഷ്മയ്ക്ക് പോവാറായി ഷൂട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് മാത്രം ഇറ്റ് വാസ് റിയലി ഫൺ അല്ലേ? ടൈം പോയത് ഒരു മണിക്കൂറായി. വീണ്ടും വരണം, നമ്മുടെ പോഡ്കാസ്റ്റ് ഒക്കെ സെറ്റ് ആവാൻ വേണ്ടിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അടിപൊളി ആവട്ടെ. അപ്പൊ താങ്ക്സ് ഫോർ ബീങ് ഹിയർ, ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്.
താങ്ക്സ് ഫോർ ബീങ് എൻ അൺട്രസ് പോഡ്കാസ്റ്റ്. വീണ്ടും വരണം, വീണ്ടും കാണാം. ഷുവർ ബൈ. ബൈ ഗൈസ്.